ഡേ മറ്റന്നാളെ വിതിരകളെ നിന്റെ അപ്പച്ചിയുടെ മോളെ കല്യാണമാണ്. നീ വരണം. നടക്കൂല. നടക്കണ്ട, വണ്ടി വിളിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, ഞാൻ വരണില്ല. ജോലി ആയില്ലേ, പെണ്ണ് കിട്ടിയില്ലേ എന്നുള്ള കുടുംബക്കാരെ കൊണയാക്കാൻ എനിക്ക് വയ്യ. അത്രേ ഉള്ള. ഇതാണ് നിന്റെ പ്രശ്നം. എല്ലാവരും ഒന്നാണ്. ഭയവും പേടിയും രണ്ടും ഒന്നാണ്. അതുകൊണ്ടാരും ടെൻഷൻ അടിക്കരുത്. ബന്ധുക്കൾ ആര് ചോദിച്ചാലും നിനക്ക് ജോലി ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. എവിടെയെന്ന് വെച്ചാൽ ഒരു കമ്പനി പേരങ്ങ് പറയണം. മൈക്രോസോഫ്റ്റ്. അത്ര വലിയ ബിൽഡിംഗിലേക്ക് പോണോ ചേട്ടാ? അൽഫടെക് എന്ന് പറഞ്ഞാൽ അത് കൊള്ളാം. അല്ലു വെച്ച് തുടങ്ങണുണ്ട്. വല്ല ദുബായ് കമ്പനിയാണ് വിചാരിച്ചോളൂ. ഒരു പക്ഷേ അച്ഛനും അമ്മയും പറഞ്ഞത് ദുബായ് അല്ല അബുദാബിയാണെന്ന് പല ബന്ധുക്കളും മാറ്റിയും തിരിച്ചും ചോദിക്കും. അപ്പൊ പല സ്ഥലങ്ങളിൽ നമുക്ക് മാറ്റിയും തിരിച്ചും പറയാം. ഞാനിവിടെ അണ്ടം പൊളിഞ്ഞ് മുണ്ടും കയറി ഇരിക്കുമ്പോൾ ഇമാതിരി കൊണയടിച്ച് കഴിഞ്ഞാൽ കുത്തി കൂട്ടായിടും. പോയി ആ മൂലക്കില് ബാക്കി പറ. ശമ്പളം എത്രയെന്ന് അവർ ചോദിക്കും. ഒരു 50,000 പറയരുത്, കണ്ണു വെക്കും. ഇതല്ല കൂത്ത്. ശമ്പളം ഇല്ലെന്ന് പറഞ്ഞാൽ എന്റെ കാര്യത്തിൽ തലയും വെക്കും, ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും വെക്കും. ഇത് കള്ളമാണെന്ന് പൊളിഞ്ഞാലോ? നീയും നിന്റെ അമ്മയും വാ തുറക്കാത്തോടത്തോളം കാലം ഒരിക്കലും ഇത് പൊളിയില്ല. അപ്പൊ നിങ്ങൾ ചെറുക്കനെ കൊണ്ടുപോകാൻ തീരുമാനിച്ച? കൊണ്ടുപോകണം. അവന് ജോലിയില്ലാത്തതേ അവന് കഴിവില്ലാത്തതുകൊണ്ടല്ല, അവനേക്കാൾ കഴിവുള്ള ഒരു ജോലി മേടിച്ചത് കൊണ്ടാണ്.